السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, സർവശക്തനും സർവലോക നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് മരിച്ചു പോകാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവനെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച് നൽകിയ ചുരുങ്ങിയ ആയുസിൻ്റെ ഇടക്ക് നിന്ന് ഒരുപാട് കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ നാം നിർവഹിക്കാറുണ്ട്. എന്നാൽ ഈ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണമെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ കൃത്യമായ നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഉണ്ടാക്കുന്ന ഒരു വീടാകട്ടെ, ഒരു സമുച്ചയമാകട്ടെ, ഒരു കെട്ടിടമാകട്ടെ, അതുണ്ടാക്കുന്ന സമയത്ത് നാം ആദ്യം അതിൽ ശ്രദ്ധിക്കുന്ന, വളരെ ഗൗരവത്തോടുകൂടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ അടിത്തറ എത്രമാത്രം ബലമുള്ളതാണ് എന്ന് നാം കൃത്യമായി ശ്രദ്ധിക്കണം. കാരണം അത് ബലഹീനമായാൽ അതിൻ്റെ മുകളിലേക്ക് പടുത്തുയർത്തപ്പെടുന്ന ഓരോ പടവുകളും അത് ബലഹീനമായി കൊണ്ടിരിക്കും, കൂടുതൽ കാലം നിലനിൽക്കുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതേത് കർമ്മമാകട്ടെ, ചെറിയ കർമ്മമാണെങ്കിലും വലിയ സൽക്കർമ്മങ്ങളാണെങ്കിലും എല്ലാം ഉയർത്തപ്പെടുന്നത് ഒരു അടിത്തറക്ക് മുകളിലാണ്. ഏതാണ് ആ അടിത്തറ? തൗഹീദാകുന്ന, ഈമാനാകുന്ന അടിത്തറയാണ്. ആ തൗഹീദിന്, ആ ഈമാനിന് എന്തെങ്കിലും ഒരു അപാകതകൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ പിന്നീട് അവൻ അമൽ ചെയ്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ആദ്യം അവൻ്റെ ജീവിതത്തിൽ അവൻ കൃത്യമായി അപാകതകളില്ലാതെ, പോറലേൽക്കാതെ സൂക്ഷിക്കേണ്ട ഒന്നാണ് വിശ്വാസം, ഈമാൻ എന്നുള്ളത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നു. ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. കൃത്യമായി പഠിപ്പിച്ചു തന്നൊരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യകാലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആ സമുദായത്തെ പഠിപ്പിച്ചത് നമസ്കാരമായിരുന്നില്ല, നോമ്പായിരുന്നില്ല, സക്കാത്തായിരുന്നില്ല, ബാക്കി കർമ്മങ്ങളായിരുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ആദ്യമായി പഠിപ്പിച്ചത് അക്കാലഘട്ടത്തെ ഈമാനിനെ കുറിച്ചാണ്. ലോകത്തിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് പരിചയപ്പെടുത്തി, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടി മാഹാത്മ്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് അവർ കടന്നു വരികയാണ്.
ഒരിക്കലും ഒരു മുസ്ലിം നാമം നമുക്കുണ്ട് എന്നതുകൊണ്ട് ഒരു മുഅ്മിനായി മാറി എന്ന് നമുക്കൊരിക്കലും കണക്കാക്കാൻ സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ് വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവർ റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറയുന്നു, അല്ലാഹുവിൽ വിശ്വസിച്ചു, അന്ത്യനാളിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല, നിഫാഖിന്റെ കാപ്പട്യത്തിന്റെ അക്കാരകങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരിക. അപ്പൊ ആലോചിച്ചു നോക്കി, ആ ഈമാനിന്റെ കളങ്കമില്ലാത്ത ഈമാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇൽമല്ല, അറിവ് വർദ്ധിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും ഈമാൻ പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പഠിപ്പിച്ചത് അള്ളാഹു എന്ന വിചിത്രമായൊരു പദത്തെയല്ല. അവർക്കറിയാമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ പേരെന്താ, അബ്ദുള്ള എന്ന. അള്ളാഹു എന്നവരുടെ നാമങ്ങളിൽ അവർ ചേർത്തി പറയാറുണ്ടായിരുന്നു. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്താ? ലോകത്തിന്റെ സട്ടാവിനെ കുറിച്ചുള്ള അവർക്ക് അറിവ് അവർക്കുണ്ടായിട്ട് പോലും പ്രവാചകൻ ശ്രമിച്ചത് ആ റബ്ബിലുള്ള വിശ്വാസത്തെ അവരിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഇൽമുണ്ടായാലേ അത് ഈമാനിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യ, നീ റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ നീ ഉച്ചരിക്കണം, നീ വായിക്കണം, പഠിക്കണം. എന്തുകൊണ്ട് പറഞ്ഞു? ആ റബ്ബിനെ കുറിച്ച് പഠിച്ചാലേ, ആ റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് തിരിച്ചറിഞ്ഞാലേ ആ റബ്ബിങ്കലേക്ക് മടങ്ങാൻ, ആരാണ് റബ്ബ് എന്നൊരു ബോധ്യത്തോടുകൂടെ ജീവിതത്തിൽ ഈമാനിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് വെക്കണമെങ്കിൽ ആ റബ്ബിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. ഈമാൻ എന്നാൽ മൂന്ന് കാര്യങ്ങളാ. റബ്ബിൽ വിശ്വസിക്കണം. ഒന്നാമത്തേത് തസ്ദീഖും ബിൽ ഖൽബ്, മനസ്സുകൊണ്ട് റബ്ബിനെ അംഗീകരിക്കണം, റബ്ബിനെ സത്യപ്പെടുത്തണം. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സട്ടാവുണ്ട്, ലോകത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ സട്ടാവ്. ആ ഒരു ബോധ്യം, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വിശ്വാസം. എന്താ? ആ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ. അതാണ് ഈമാൻ, അതാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്. എന്നാൽ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ മനസ്സിലുണ്ടായി എന്നതുകൊണ്ട് മാത്രമല്ല അത് ഉച്ചരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ കലിമത്തു തൗഹീദ് ഉച്ചരിക്കേണ്ടതുണ്ട്. ആലോചിച്ചു നോക്കി, കേവലം ഉച്ചരിച്ചു എന്നതുകൊണ്ടും ഒരാൾ മുഅ്മിനാകൂല. നാവിൽ മാത്രം പരിമിതപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലയാണ് ഈമാൻ എങ്കിൽ ഫിർഔന് മുഅ്മിനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം മുങ്ങി മരിക്കാൻ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ചരിത്രം നമുക്കറിയാം. മരിക്കാൻ കിടക്കുന്ന സമയത്ത്, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങുന്ന സമയത്ത് ഫിർഔന് പറയുന്നുണ്ട്, ആമൻതു ബിറബ്ബി ഹാറൂന വ മൂസ. മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിലിതാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഈമാൻ സ്വീകരിക്കോ? ഫിർഔന് മുസ്ലിമാണെന്ന്, മുഅ്മിനാണെന്ന് പറയാൻ സാധിക്കോ? ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വെച്ച അവധി, അതിലെത്തുന്നത് വരേക്കും, മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരുന്നത് വരേക്കും മാത്രമേ അവനിൽ നിന്ന് അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. വൈകിപ്പോയി ഒരിക്കലും റബ്ബ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഫിർഔനെ ഉൾപ്പെടുത്തില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആലോചിച്ചു നോക്കി, ആ റബ്ബ് എൻ്റെ ജീവിതത്തിൽ, ആ പ്രവാചകനും ആ ലോകത്തിൻ്റെ സട്ടാവിനും ഞാൻ നൽകിയിട്ടുള്ള ആ ഒരു പ്രാമുഖ്യം എത്രമാത്രമുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്തെൻ്റെ റബ്ബ് പറഞ്ഞു അതുപോലെ ഞാൻ അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രഗൽഭരായ സ്വഹാബത്തിന്റെ ചരിത്രമെല്ലാം പരിശോധിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്നൊരു നാമം ലഭിക്കാനുണ്ടായ കാരണം എന്താ? ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. പ്രവാചകനെ ഏതെല്ലാം രൂപത്തിൽ പ്രയാസപ്പെടുത്താൻ സാധിക്കുമോ അത് രൂപത്തിലെല്ലാം പ്രവാചകനെതിരെ ശത്രുക്കൾ തിരിഞ്ഞൊരുന്നൊരു സാഹചര്യമായിരുന്നു അന്ന് മദീനയിൽ ഉണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ നിന്ന് പ്രവാചകനെ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചെത്തുകയാണ്. സഹാബത്തിനോട് വന്ന് പറഞ്ഞു കൊടുത്തു, സഹാബ,
ഇന്നിന്ന രൂപത്തിലെല്ലാം യാത്രകൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന്. എന്നാൽ പ്രവാചകന് ലഭിക്കുന്ന വടി കൊണ്ട് അടിക്കാൻ കാത്തിരിക്കുന്ന ആ ശത്രു സൈന്യം ഒരു ആയുധമായി ഇതിനെ കണ്ടെത്തുക. കാരണം ഒരു മനുഷ്യന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് അവനൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് 1 മാസത്തോളം വഴി ദൂരം ഒറ്റ രാത്രി കൊണ്ട് പോയി തിരിച്ചെത്തി എന്ന് പ്രവാചകൻ പറയുമ്പോൾ ഒരിക്കലും ഒരു സാമാന്യ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ശത്രുക്കൾ പറഞ്ഞു, മുഹമ്മദിന് ബുദ്ധിയില്ല, മുഹമ്മദ് എന്തൊക്കെയോ കെട്ടിച്ചമച്ച് പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് നാട്ടിലില്ലായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരവേ ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാത്തു നിൽക്കുകയാ ശത്രു സൈന്യം. എന്തിന്? ഇസ്ലാമിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിന്തിരിപ്പിക്കാനാ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതാ ആ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ശത്രു സൈന്യം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാത്തു നിൽക്കുകയാ. പറഞ്ഞു പോയി, നിന്റെ മുഹമ്മദ് ഇതാ ഇന്നിന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മുഹമ്മദിന് തലക്ക് തീരെ സുഖല്ലാതായിട്ടുണ്ട് എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ പ്രിയമുള്ളവരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, എന്താ മുഹമ്മദ് പറഞ്ഞത്? അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 1 മാസം വഴി ദൂരം സഞ്ചരിക്കേണ്ട മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റ രാത്രി കൊണ്ട് പോയി തിരിച്ചെത്തി എന്നിതാ പറയുകയാ. ഇതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? 7 ആകാശത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? പ്രിയമുള്ളവരെ, അതാണ് ഇസ്ലാം. അവിടുന്ന് പറയുന്നൊരു ഉത്തരമുണ്ട്. സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തേണ്ട വാക്യമാ. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഹമ്മദിനോടൊന്ന് ചോദിക്കട്ടെ എന്നല്ല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ സ്വദ്ദഖ്തു, ഞാനിതാ അംഗീകരിക്കുന്നു എന്ന് പറയുകയാ. അതാണ് ഇസ്ലാം, അതാണ് ഈമാൻ. ആലോചിച്ചു നോക്കിയോ, പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും അതിലൊരു ആശയക്കുഴപ്പമില്ല, അതിലൊരു സംശയം വരുന്നില്ല. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ, ആ കാര്യം അതേപോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചോ എന്ന് ആലോചിച്ചു നോക്കി. ഈ ഒരു ചരിത്ര സംഭവമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്നൊരു നാമത്തിലേക്ക് അദ്ദേഹത്തെ ചരിത്രത്തിൽ വിളിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയധികം കാര്യങ്ങൾ നമുക്ക് വാഗ്ദാനം നൽകി. അള്ളാഹുവിങ്കിലേക്ക് ബരമേൽപ്പിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തവണ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോഴേക്കും ആ റബ്ബിനെ മറക്കുക, ആ റബ്ബിൽ നിന്ന് വിശ്വാസം മാറിപ്പോവുക. എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആര് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ അവന് തുറവി റബ്ബ് കാണിച്ചു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം. അത് അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചോ? എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും പ്രിയമുള്ളവരെ ആ റബ്ബിനെ പഴിക്കുക. അത്രയും കാലം ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള സുഖവും ഏർപ്പെടുത്തി തന്ന ലോകത്തിന്റെ സട്ടാവിനെ ഒറ്റ നിമിഷം കൊണ്ട് മറന്നു പോകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിൻ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, കുല്ലൻ യുസീബനാ, ദുനിയാവിൽ ഒരു കാര്യവും സംഭവിച്ചു പോകുന്നില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്താത്ത ഒരു കാര്യവും ദുനിയാവിൽ സംഭവിച്ചു പോകുന്നില്ല. അങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരിക, ഒന്നും വേണ്ട, നമ്മുടെ മാതാവിനെ, പിതാവിനെ, നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചു. അവിടെ ഏത് രൂപത്തിലായിരിക്കും നമ്മുടെ പ്രതികരണം? റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും അധികം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയല്ലോ എന്ന ആ അനുഗ്രഹങ്ങൾ ആലോചിച്ച് സമാധാനിക്കാൻ നമുക്ക് സാധിക്കുമോ? അതോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിസ്മരിച്ച് എന്താണ് എൻ്റെ റബ്ബെന്നോട് ചെയ്തത്, ഇത്രയും കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ട് സൽക്കർമ്മങ്ങളിലൂടെ മാത്രം ഞാൻ മുന്നോട്ട് പോയിട്ട് എന്തുകൊണ്ട് എൻ്റെ റബ്ബെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പലരും പറയാറില്ലേ? ഒരു ജലദോഷം വരുമ്പോൾ, പനി വരുമ്പോൾ ആളുകൾ പറഞ്ഞു പോകും, എന്തൊരു പനിയാ 4 ദിവസമായിട്ടുള്ളൂ, 4 ദിവസമായി പനി, ഒന്നും മാറുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, നാം റബ്ബിനെ പഴിക്കാറില്ലേ? നല്ല ചൂടുള്ള സമയത്ത് മഴ ലഭിക്കണമെന്ന് നാം ആഗ്രഹിച്ചു പോകും.
എന്നാൽ ആ മഴയൊന്ന് 2 ദിവസം തുടർച്ചയായി പെയ്തിട്ടുണ്ടെങ്കിൽ നാം പറഞ്ഞു പോകും, 2 ദിവസമായി മഴ, ഇതൊന്നും നിൽക്കണില്ലല്ലോ, പറയൂലേ? ആലോചിച്ച് നോക്കി നമ്മുടെ ഈമാൻ എവിടെ നിൽക്കുന്നു എന്ന് നാം ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ആ റബ്ബിൻ്റെ കൽപ്പനകൾക്ക്, പ്രവാചകന്റെ കൽപ്പനകൾക്ക് ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കി. ഏത് മേഖലകളിലും ഒരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, സാമ്പത്തികമായ പരാധീനതകളിലൂടെ ഇങ്ങനെ കഴിഞ്ഞുപോയി വളരെയേറെ ബുദ്ധിമുട്ടിലെത്തുമ്പോൾ ആളുകൾ ഇങ്ങനെ പലിശയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് നോക്കും. അതെടുക്കാനുള്ള വ്യഗ്രതയില്ല. ആളുകളോട് പറഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ തിരിച്ചു ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ ആലോചിക്കണം, ആ റബ്ബിൻ്റെ കൽപ്പനകൾക്ക് എത്രയധികം പ്രാധാന്യം നാം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പടുത്തുയർത്തിക്കൊണ്ടുവന്നൊരു സമുദായത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുക, മദ്യം ഹറാമാണെന്ന് പറഞ്ഞ് ആയത്തിറങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, സ്വഹാബത്തിനുണ്ടായിരുന്ന അവരുടെ ബിവറേജിന്റെ ഷോപ്പുകൾ അവർ തച്ചുടക്കുകയാണ്. അതിൽ നിന്നവർക്കുണ്ടായ സമ്പത്തുകളെ കരിച്ചു കളയുന്ന ചരിത്രം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ ആ സ്വഹാബത്തിന്റെ അനുചരന്മാരാ നമ്മൾ, അല്ലേ? ആ സ്വഹാബത്ത് എത്തണമെന്ന്, സ്വർഗത്തിലേക്ക് എത്തണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ നാമും അവരുമായിട്ടുള്ളൊരു തുലനം നാം നടത്തേണ്ടതുണ്ട്. അവരുടെ അമലുകൾ എവിടെ നിൽക്കുന്നു? റബ്ബുമായുള്ള ബന്ധം അവർക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു, എൻ്റെത് എവിടെ നിൽക്കുന്നു എന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കി. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഫിറഔനാകുന്ന ശത്രു സൈന്യം അദ്ദേഹത്തെ വേട്ടയാടി കൊലപ്പെടുത്താകുന്നൊരവസ്ഥയിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ബനൂ ഇസ്രായേൽ മുന്നിൽ നിന്ന് ആർത്തിരമ്പുന്ന തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ പ്രിയമുള്ളവരെ, പിറകിൽ നിന്ന് ശത്രു സൈന്യമാ. അവിടെ നിന്ന് ബനൂ ഇസ്രായേലർ പറയുന്നുണ്ട്, ഇന്നാല മുദ്റകൂൻ, മൂസ നമ്മളിതാ പിടിക്കാൻ പോവുകയാ. മുന്നിലേക്ക് നോക്കുമ്പോൾ ആർത്തിരമ്പുന്ന തിരമാലകളാ, പിറകിലേക്ക് നമ്മെ കിട്ടിയാൽ തുണ്ടം തുണ്ടമായി അരിഞ്ഞിടാനുള്ള ശത്രു സൈന്യമാണെങ്കിൽ ഇന്നാല മുദ്റകൂൻ, മൂസ നമ്മളിതാ പിടിക്കപ്പെടാൻ പോവുകയാണല്ലോ. എന്നാൽ പ്രിയമുള്ളവരെ, ബനൂ ഇസ്രായേലുടെ വിശ്വാസമല്ല, മൂസാ നബി പഠിപ്പിക്കുന്നൊരു വിശ്വാസമുണ്ട്. ഖാലകല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ബനൂ ഇസ്രായേലരെ, എൻ്റെ റബ്ബുണ്ടെൻ്റെ കൂടെ, ആ റബ്ബെനിക്ക് വഴി കാണിച്ചു തരുമെന്നുള്ളൊരു വിശ്വാസമുണ്ടല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോൾ ശത്രു സൈന്യം തൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുമ്പോൾ, ശത്രു സൈന്യം തൻ്റെ പാറക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ റസൂലേ, ഈ ശത്രു സൈന്യമെങ്ങാനും അവരുടെ കാലിങ്കലേക്കൊന്ന് നോക്കിപ്പോയാൽ നമ്മെ കാണുമല്ലോ റസൂലേ. അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ പ്രവാചകന്റെ വിശ്വാസമുണ്ടല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമാശ്വസിപ്പിക്കുകയാണ്. എന്തിനാണ് അബൂബക്കർ നീ പേടിക്കുന്നത്? എന്തിനാണ് നീ പേടിക്കുന്നത്? ഇന്നല്ലാഹ മഅനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയില്ലേ? നമ്മൾ 2 പേര് മാത്രം അല്ല, മൂന്നാമതായി നമ്മുടെ റബ്ബുണ്ട്. എന്തിനെ പേടിക്കണം? നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുന്ന ശത്രു ഈ പാറക്ക് കീഴേക്ക് താഴയിലേക്ക് തൻ്റെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ലോകത്തിൻ്റെ സെട്ടാവ് വിചാരിച്ചാലേ അവർ കാലിൻ്റെ കീഴേക്ക് നോക്കുകയുള്ളൂ. അതാണ് പ്രിയമുള്ളവർ വിശ്വാസം. ആ റബ്ബിനെ എത്രമാത്രം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. എന്തുണ്ടെങ്കിലും റബ്ബിങ്കിലേക്ക് ഭരമേൽപ്പിക്കാൻ, ആ റബ്ബിങ്കിലേക്ക് തവക്കുലേൽപ്പിക്കാൻ നമുക്ക് സാധിച്ചോ? നമ്മുടെ വീട് വിട്ട് ഈ ക്ലാസ്സിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ ഉണ്ടാകും, നമ്മുടെ മക്കളുണ്ടാകും. അവര് റബ്ബിന്റെ മാർഗത്തിൽ ഭരമേൽപ്പിച്ചാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പരിമിതമായ തവക്കുലിന്റെ വാക്കുകളെങ്കിലും ഉച്ചരിച്ചാണോ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിച്ചത് എന്നാലോചിച്ച് നോക്കി.
ആലോചിച്ചു നോക്കി, ഒരുപാട് പഠിക്കുന്നുണ്ട്. പഠനത്തിന്റെ കാലയളവിൽ ഒരുപാട് നാം പഠിക്കുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, റബ്ബിൽ ഭരമേൽപ്പിക്കാൻ നാം മറന്നു പോവുകയാണ്. പല ആളുകളും രോഗത്തിന്റെ ശമനം വരുമ്പോൾ മറന്നുപോയി. ഇന്ന് ഡോക്ടർക്ക് ചെന്നപ്പോൾ അതങ്ങ് മാറി. ഇന്ന ഗുളിക കുടിച്ചത് കൊണ്ടാണത് മാറിയതെന്ന് പറഞ്ഞു പോകുമ്പോൾ ആലോചിച്ച് നോക്കണം, റബ്ബിങ്കലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന്. ആ രോഗം മാറിയത് ലോകത്തിന്റെ സട്ടാവിന്റെ ഇടപെടല. പരീക്ഷയ്ക്ക് മാർക്ക് ലഭിച്ചത് ലോകത്തിന്റെ സട്ടാവിന്റെ ഇടപെടല. എന്നാൽ അതെല്ലാം ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചൊരിക്കലും നാം കാത്തിരിക്കരുത്. അമലുകൾ, സബബുകൾ ചെയ്തതിന് ശേഷമാണ് റബ്ബിങ്കൽ ഭരമേൽപ്പിക്കേണ്ടത്. അല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷമാണോ അതോ കെട്ടിയിടാതെയാണോ റബ്ബിൽ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ആ ഒട്ടകത്തെ ബന്ധിച്ചതിന് ശേഷം, കെട്ടിയിട്ടതിന് ശേഷം നീ റബ്ബിൽ ഭരമേൽപ്പിക്കണമെന്ന് പഠിപ്പിക്കുകയാ. ഇതാണ് ഇസ്ലാം. ഈ ഈമാനാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ വിശ്വാസം കൊണ്ട് മാത്രമായില്ല. ഈമാനിന്റെ പൂർത്തീകരണത്തിന് അമലുകൾ നിർബന്ധമാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 80-ലധികം തവണ അമലു സ്വാലിഹാത്തുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 73 തവണ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് ആമനു വ അമിലു സ്വാലിഹാത്ത് എന്ന ഈമാനിന്റെ കൂടെയാണ് അമലു സ്വാലിഹാത്തിനെ ചേർത്തി പറഞ്ഞത്. എന്തുകൊണ്ടാ? പരസ്പരം പൂരകങ്ങളാ. ഒരു മനുഷ്യന്റെ ഈമാന് പൂർത്തീകരിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ അമൽ സ്വാലിഹാത്ത് ഉണ്ടാകണം. ഒരു മനുഷ്യന്റെ അമൽ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അപാകതകളില്ലാത്ത ഈമാൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തോടുകൂടെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഈമാനിന്റെ പൂർത്തീകരണം അത് അമൽ സ്വാലിഹാത്തുകളിലൂടെയാണെന്ന് പ്രിയമുള്ളവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ആലോചിച്ചു നോക്കി, എൻ്റെ കൈകളിൽ അമലുകളുണ്ടോ? നാളെ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള അമലുകൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളെ നിന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നൊരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിന് വേണ്ടി എന്ത് പാതേയമാണ് നിന്റെ കൈകളിലുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ സ്വന്തത്തോടൊരു ആത്മവിചിന്തനം നാം നടത്തണം. ആരുടെയും കാര്യം നാം ആലോചിക്കണ്ട. സ്വന്തം കാര്യത്തെക്കുറിച്ച് സ്വന്തത്തോടൊരു കാര്യം ചോദിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തത്തോട് ചോദിക്കാറുണ്ടായിരുന്ന ഒരു ചോദ്യമാ. അദ്ദേഹം പറയുകയാണ്, ഹാസിബൂ അൻഫുസകും ഖബല അൻ തുഹാസബൂ. നാളെ പരലോകത്ത് ലോകത്തിന്റെ സട്ടാവിന്റെ മുമ്പിൽ വിചാരണക്ക് വരുന്നതിന്റെ മുമ്പ് സ്വന്തം ഒരു വിചാരണ നടത്തുക. ഇന്ന് ഞാനിവിടെ വെച്ച് മരിച്ചാൽ മലക്കുൽ മൗത്ത് എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള അവധി, ആ അവധി ഇന്ന് രാത്രി 8 മണിക്കാണ് എത്തുന്നത് എങ്കിൽ എനിക്കിനി ജീവിതത്തിൽ ഒരു സുബ്ഹ് നമസ്കാരമില്ല, എനിക്കിനി ജീവിതത്തിൽ ഒരു ദുഹറില്ല, അസറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ അവസരങ്ങളെല്ലാം തീർന്നുപോയി. ആലോചിച്ചു നോക്കി, ഏതെല്ലാം റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിച്ചു നമുക്കറിയോ? ഏതെല്ലാം കർമ്മങ്ങളാണ് നാളേക്ക് വേണ്ടി നമ്മുടെ കൈകളിൽ നാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് എന്ന് പ്രിയമുള്ളവരെന്ന് ആലോചിച്ചു നോക്കി. ഈമാന് ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞു, കൂടെ അമലുകളും വേണം. നമ്മുടെ പ്രാർത്ഥന എന്താ? റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എന്ന് ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും ഉരുവിടുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ആ പ്രാർത്ഥനക്കധിഷ്ഠിതമായൊരു ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടോ? എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, റദീതു, ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നാം ഉച്ചരിക്കുമ്പോൾ ആ റബ്ബിന്റെ കൽപ്പനകൾക്ക് ജീവിതത്തിൽ പരിഗണന കൊടുക്കാൻ സാധിച്ചോ? വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുന്നുണ്ട്, ഖുൽ ഇൻ കാന ആബാഉകും
وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, നിന്റെ പിതാക്കളെക്കാളും നിന്റെ മക്കളെക്കാൾ, നിന്റെ ഭാര്യമാരെക്കാൾ, നിന്റെ ജീവിതത്തിൽ നിനക്ക് രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ സമ്പാദിക്കുന്ന ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, നിന്റെ എല്ലാവിധത്തിലുള്ള സമ്പാദ്യവും നിനക്ക് ലഭിക്കുന്ന നിന്റെ കച്ചവട സ്ഥാപനത്തെക്കാൾ, ശാന്തിയുടെ സമാധാനത്തിന്റെ ഗേഹമായി നീ പരിചയപ്പെടുത്തുന്ന നിന്റെ വീടിനേക്കാൾ നീ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. ആ ലോകത്തിന്റെ സട്ടാവിനെ, അവന്റെ റസൂലിനെയാണ് നീ ഇഷ്ടപ്പെടേണ്ടത്. എങ്ങനെ കേവലം ചുണ്ടിൽ പറഞ്ഞാൽ മതിയോ? എങ്ങനെ റബ്ബിനെ ഇഷ്ടപ്പെടണം? എങ്ങനെ പ്രവാചകനെ ഇഷ്ടപ്പെടണം? ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഇന്ന് ട്രെൻഡിനനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം അല്ലേ? നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഒരുപാട് തവണ വിശ്വാസികളുടെ മനസ്സിലേക്ക് ഇട്ട് തന്നിട്ട്, പ്രിയമുള്ളവരെ, അപ്പോഴൊന്നും ലഭിക്കാത്തൊരു ഗൗരവം, അപ്പോഴൊന്നും ജീവിതത്തിൽ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാത്ത പലരും ഏതെങ്കിലും ഒരു സിനിമാ നടനോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോ തൻ്റെ വസ്ത്രത്തിൻ്റെ രൂപം നെരിയാണിക്ക് മുകളിലാക്കിയ അന്ന് മുതൽ എന്ത് ചെയ്ത് തൻ്റെ വസ്ത്രം കട്ട് ചെയ്തു നെരിയാണിക്ക് മുകളിലേക്ക്. പ്രവാചകന് പഠിപ്പിച്ച് ലൂസുള്ള വസ്ത്രം ധരിക്കണം, ഒരിക്കലും ഇറുകിയ രൂപത്തിൽ തൻ്റെ ശരീരത്തിന്റെ അംഗലാവണ്യം പുറത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കരുതെന്ന് പുരുഷനോടും സ്ത്രീയോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നു. എന്നിട്ടത് മുഖവിലക്കെടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, ട്രെൻഡ് ലൂസുള്ള പാൻ്റായി മാറിയപ്പോൾ അവൻ അതിനനുസരിച്ച് മാറി. അല്ലേ? ആലോചിച്ചു നോക്കിൻ, ഇവിടത്തെ ട്രെൻഡിനാണോ ലോകത്തിന്റെ സട്ടാവിന്റെ വാക്കുകൾക്കാണോ നാം പ്രാമുഖ്യം കൽപ്പിച്ചത് എന്നൊന്ന് ആലോചിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തവണ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇന്ന് സുബഹിക്ക് നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കി. ജുമാക്ക് വരുന്നതിൽ 80% ആളുകളും ആ മഹല്ലിലുള്ളവരാ. സുബഹിന്റെ സമയത്തും അതിലുള്ള ഏകദേശം എല്ലാ ആളുകളും ആ നാട്ടിലുണ്ടായിട്ട് പോലും സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലെത്തുന്നത് എത്ര ആളുകളാണെന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ പള്ളി കമ്മിറ്റി വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഒരു അനൗൺസ്മെന്റ് നടത്തുക. ശനിയാഴ്ച മുതൽ പള്ളിക്ക് സുബഹിക്ക് വരുന്ന ആളുകൾക്ക് ഒരു 500 രൂപ വെച്ച് പള്ളി കമ്മിറ്റി കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ എത്ര ആളുകൾ പള്ളിയിലെത്തും? ഇനിയൊന്ന് ആലോചിച്ചു നോക്കി, ലോകത്തിന്റെ സട്ടാവിന്റെ കൽപ്പനകൾക്കാണോ അതോ ദുനിയാവിന്റെ ഭൗതികമായ നൈമിഷികമായ ഏത് സമയത്തും ഇല്ലാതായി പോകുന്ന ദുനിയാവിന്റെ നൈമിഷികമായ ജീവിതത്തിനാണോ മനുഷ്യൻ പ്രാമുഖ്യം കൽപ്പിച്ചത് എന്നൊന്ന് ആലോചിച്ചു നോക്കി. അപ്പൊ മനസ്സിലാകും മനുഷ്യന്റെ മനസ്സ് എവിടെ കിടക്കുന്നു എന്നുള്ളത്. ആലോചിച്ചു നോക്കി, നാം പറയും അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, റളീതു ബില്ലാഹി റബ്ബ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മുടെ ചുണ്ടുകളിൽ മാത്രം പരിമിതപ്പെട്ടു പോവുകയാണ്. ആ റബ്ബിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് ഖബറിലേക്ക് മനുഷ്യന്റെ മൃതദേഹം ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ പ്രിയമുള്ളവരവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എൻ്റെ റബ്ബെന്ന് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ ആ റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഉദാഹരണത്തിന് പറഞ്ഞതാ വസ്ത്രധാരണ, സ്ത്രീകളുടെ വിഷയവും ശ്രദ്ധിക്കേണ്ടതാ. അധിക സ്ത്രീകളും മുസ്ലിം സ്ത്രീകളാണ് ഇന്ന് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം കൂടുതലായി ധരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിസാഉൻ കസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്
ലാ യദ്ഖുലുനൽ ജന്നത വലാ യജിദ്ന റീഹഹാ. പ്രിയമുള്ളവരെ, ഈ ഹദീസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പേരമക്കൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കണേ. പ്രവാചകൻ പറയുകയാണ്, ചില സ്ത്രീകളുണ്ട്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, അവർ വസ്ത്രം ധരിച്ച ആളുകളാ, എന്നാലോ ശരീരത്തിന്റെ അംഗലാവണ്യം പുറത്ത് കാണിക്കുന്ന രൂപത്തിൽ നഗ്നരായി നടക്കുന്ന സ്ത്രീകളാണവർ. ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിക്കുകയാ. മായിലാത്ത് മുമീലാത്ത്, മറ്റുള്ള പുരുഷരെ ജീവിതത്തിലേക്ക്, ശരീരത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാ. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ. കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കാത്ത, മാറ്റി നിർത്തപ്പെടുന്ന ആളുകളായി പോകുമെന്ന് പറഞ്ഞു തരുമ്പോൾ ആലോചിച്ചു നോക്കണം, എൻ്റെ ഭാര്യയുണ്ടോ, എൻ്റെ മക്കളുണ്ടോ? എന്നാൽ ഈ കൂട്ടത്തിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നാളെ പരലോകത്ത് നമ്മുടെ കൂടെ, നാം സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ കൂടെ സ്വർഗത്തിലെത്താൻ അവർക്ക് സാധിക്കില്ല എന്ന് പ്രിയമുള്ളവരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കണം. എന്നാൽ ഇതൊന്നും കേട്ടാൽ മനുഷ്യർക്ക് ഗൗരവം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ ട്രെൻഡിനനുസരിച്ച് ഇപ്പോൾ സ്ത്രീകളുടെ ട്രെൻഡ് തോളിലൂടെ ഒരു ഷാൾ ഇടുന്ന രൂപമാണ് ട്രെൻഡ് എങ്കിൽ അതിനനുസരിച്ച് മുസ്ലിം സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് ക്യാമ്പസുകളിലേക്കും സ്കൂളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ ഏത് രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നു എന്നാൽ അയച്ചു നോക്കി. 1000, 10,000 അതുപോലെ തന്നെ ഒരുപാട് പൈസ മുടക്കി, ക്യാഷ് മുടക്കി അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രം നാളെ നരകത്തിലേക്കുള്ള ടിക്കറ്റാണോ നാം എടുത്തു കൊടുക്കുന്നത് എന്ന് മാതാപിതാക്കൾ എന്ന നിലക്ക് നാം ആലോചിക്കണം. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നാളെ പരലോകത്ത് മാതാപിതാക്കളോട് ചോദ്യം ചെയ്യപ്പെടും. തൻ്റെ മക്കളെ കുറിച്ച് ദീനിയായ ബോധം കൊടുക്കാതെ, റബ്ബിനെ കുറിച്ചുള്ള ബോധം കൊടുക്കാതെ അവർക്ക് ഇഷ്ടാനുസരണം അവരെ ജീവിച്ചു പോകുമ്പോൾ നാളെ പരലോകത്ത് നമ്മോട് ചോദിക്കും, അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് മക്കൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്തില്ല? ഇങ്ങനൊരു ക്ലാസ് നടക്കുന്നുണ്ട് എന്ന് ഒരുപാട് ദിവസമായിട്ടുണ്ടാവും നാം അറിഞ്ഞിട്ട്. എത്ര ആളുകൾ വീട്ടിൽ മക്കളുണ്ടായിട്ട് പോലും ഈ ഒരു ക്ലാസ്സിലേക്ക്, ഈ ഒരു പരിപാടിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെയുണ്ട് നമ്മുടെ റബ്ബിനോടുള്ള ബന്ധം, അവിടെയുണ്ട് നമ്മുടെ പ്രവാചകനോടുള്ള നമുക്കുള്ള ബന്ധം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് തന്നെ അളന്നു നോക്കാൻ സാധിക്കും. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു എന്ന് മാത്രം. ആ റബ്ബിനെയാണ് നമ്മുടെ മുമ്പിൽ കാണേണ്ടത്. ഹുബൈബിന്റെ ചരിത്രം അറിയാം, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാം, ആസിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അറിയാം. എല്ലാം പഠിപ്പിക്കുന്നത് എന്താ? ദുനിയാവിനെ മാറ്റിവെക്കുകയാ, ദുനിയാവിനെ മാറ്റിവെക്കുകയാ. അവരുടെ മുമ്പിൽ അവർ കൊണ്ടു നടന്ന ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. എന്നെന്നും നിലനിൽക്കുന്ന ആഖിറത്തിന് വേണ്ടിയാ, ശാശ്വതമായ എന്നെന്നും ഉത്തമമായി എനിക്ക് കാണിക്കപ്പെട്ടിട്ടുള്ള ആഖിറമുണ്ടല്ലോ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആഖിറത്തിന്റെ ജീവിതത്തിന് വേണ്ടി അവർ ജീവിച്ചു പോയി. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് നമ്മുടെ അമലുകളെയൊന്നും താരതമ്യം ചെയ്തു നോക്കി. റബ്ബിലുള്ള വിശ്വാസമുണ്ടായിരിക്കും, തൗഹീദ് ഉണ്ടാവും, റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അമലുകളുമായി എത്രയധികം ബന്ധമുണ്ട്. വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം, വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ആലോചിക്കണം. എല്ലാ നമസ്കാരങ്ങളും നാം പാരായണം ചെയ്യുന്ന ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും അറിയാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ നാം ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം ആലോചിച്ച് നോക്കുക. ഞാൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന എത്ര സൂറത്തുകളുടെ അർത്ഥം എനിക്കറിയാം. സൂറത്തുൽ കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 3 ആയത്തുകൾ വരുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താ. അതിൻ്റെ അർത്ഥം എത്ര ആൾക്കറിയാം? പഠിക്കുന്നില്ല നമ്മൾ. ഒരുപാട് അവസരങ്ങൾ മുമ്പിൽ ലഭിച്ചിട്ട് മൊബൈൽ ഫോൺ നമ്മുടെ കൈകളിലില്ലേ? എത്ര ആപ്പുകൾ അതിലുണ്ട്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ആപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിട്ട് ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു തലക്കൽ എന്തുണ്ടാവും? വിശുദ്ധ ഖുർആനിൻ്റെ ആപ്പ് ഉണ്ടാവും.
സ്ക്രീൻ ടൈം പരിശോധിച്ചിട്ടുണ്ടോ? വാട്സപ്പ് മണിക്കൂറുകളായിരിക്കും, യൂട്യൂബുകൾ മണിക്കൂറുകളായിരിക്കും. ആ വിശുദ്ധ ഖുർആനിന്റെ ആപ്ലിക്കേഷൻ എത്ര മിനിറ്റ് നാം തുറന്ന് നോക്കിയിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കി. ഈ നമ്മളാണ് നാളെ സ്വർഗം ലഭിക്കണമെന്ന് എല്ലാം തികഞ്ഞു എന്ന് വിചാരിച്ച് നടക്കുന്നത്. ഒരുപാട് പിന്നിലാണ് നമ്മൾ. സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്റെ ശരീരം പോലും തന്റെ സമ്പാദ്യം മുഴുവൻ റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ തൊട്ടടുത്ത് പള്ളിയുടെ ഒരു കളക്ഷൻ വരുമ്പോ 100 കൊടുക്കുമ്പോ ഇങ്ങനെ പിശാച് പറയും, ആ 100 ഉണ്ടെങ്കിലേ അടുത്ത മാസം നിനക്ക് റീചാർജ് ചെയ്യാം, മകന്റെ മദ്രസിലുള്ള ഫീസ് അടക്ക എന്ന് പറഞ്ഞ് പിശാച് ഇങ്ങനെ വലിക്കും. പ്രിയമുള്ളവരെ, ആ വിഭാഗത്തിൽ ആ കൂട്ടത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പിശാചിന്റെ ചെങ്ങലകളിൽ നാം അകപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടേണ്ടി വരും. നമ്മുടെ നമസ്കാരം എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് ആലോചിക്കണം. നാം പള്ളിയിലേക്ക് വരുന്നുണ്ടാവും, ജമാഅത്തിന് പള്ളിയിൽ വരുമ്പോൾ തൻ്റെ മകൻ വീട്ടിൽ ഇങ്ങനെ കടന്നുറങ്ങുക, സുബൈക്ക് പുതപ്പ് നല്ല രൂപത്തിൽ ഇട്ടുകൊടുത്ത് ഫാൻ ഓൺ ആക്കി ലൈറ്റ് ഓഫ് ചെയ്ത് പള്ളിയിലേക്ക് പോകുന്നവനല്ല യഥാർത്ഥ പിതാവ്. ആ മകനെ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു പോകണം, ആ മകനെ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. അതാണ് യഥാർത്ഥ മാതാപിതാക്കൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ ഇനി ഇതാ അടുത്തൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കാനിരിക്കുക. മക്കളെ സ്കൂളിൽ ചേർക്കുമ്പോഴൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. ളുഹറിന് പള്ളിയിലേക്ക് പെർമിഷൻ ഇല്ലാത്ത, ജുമഅക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത, പെർമിഷൻ നൽകാത്ത ഒരു ക്യാമ്പസിലാണ് നമ്മുടെ മക്കളെ നാം കൊണ്ടുപോയി ചേർക്കുന്നത് എങ്കിൽ അവന് ഭൗതിക പഠനം നടക്കും. നാളെ പാരത്രികമായ ഒരു ബോധ്യം, മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് തിരിച്ചറിയാത്ത യുവത്വം ഇവിടെ ഉണ്ടായി വരുന്നതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഭൗതികമായ വിദ്യാഭ്യാസം കൊടുത്തു എന്നതുകൊണ്ട് മാത്രം. ഭൗതികം വേണ്ട എന്നല്ല പറഞ്ഞത്, മക്കൾ ഉന്നതമായ തസ്തികയിലെത്തണം, MBBS പഠിക്കണം, LLBക്ക് പഠിക്കണം, വലിയമായ മാസ്റ്റേഴ്സ് ഡിഗ്രികൾ അവരെടുക്കണം. എന്നാൽ ലോകത്തിന്റെ സെട്ടാവിനെ മറന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കാത്ത, ഒരായത്തിന്റെ അർത്ഥം പോലും വായിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവന്റെ മതബോധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെയാണ് ഭൗതികമായ വിദ്യാഭ്യാസം കൊടുക്കുന്നത് എങ്കിൽ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നില്ലേ? എങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കും തുറക്കാൻ സാധിക്കും? ന്യൂസുകൾ എങ്ങനെ തുറക്കാൻ സാധിക്കുന്നു? മാതാപിതാക്കൾ കൊല ചെയ്യപ്പെടുന്ന മക്കൾ വീടുകളിൽ വളർന്നു വരുന്നതിന്റെ കാരണം എന്തുകൊണ്ടാ? ലോകത്തിന്റെ സെട്ടാവിനെ കുറിച്ചുള്ള ബോധം, ശ്രദ്ധ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തോണ്ടാ. അത് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട്, മാതാപിതാക്കള് എന്നുള്ളത് കേവലം പ്രസവിച്ചു എന്നതുകൊണ്ടൊരു മാതാവും യഥാർത്ഥ മാതാവായി തീരുന്നില്ല. ആ പ്രസവത്തിന് കാരണക്കാരനായി തീർന്നു എന്നതുകൊണ്ടൊരു പിതാവും യഥാർത്ഥ പിതാവായി തീരുന്നില്ല. മറിച്ച് അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൂടെ അവർക്ക് കൊടുക്കേണ്ടുന്ന ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം അതേ ഗൗരവത്തോടുകൂടെ, അതിലുപരി ഗൗരവത്തോടുകൂടെ മക്കൾക്ക് മതബോധം കൂടെ കൊടുക്കണം. എന്നാലേ നാം ഉദ്ദേശിക്കുന്നൊരു തലത്തിലേക്ക് അവരെത്തുള്ളൂ. വലുതായിട്ട് മാതാപിതാക്കളെ നോക്കുന്ന, ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, തനിച്ചൊറ്റക്കാകുന്ന സമയത്ത്, ഒരു സ്ത്രീയുമായി ഒറ്റക്കാകുന്ന സമയത്ത് തൻ്റെ മകന് ബോധം വരണം, എൻ്റെ മാതാപിതാക്കൾ എന്നെ കാണുന്നില്ലെങ്കിലും, എൻ്റെ മക്കൾ എന്നെ കാണുന്നില്ലെങ്കിലും, ആരെന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, എത്ര വിദൂരത്താണ് ഞാൻ നിൽക്കുന്നത് എങ്കിലും, ഇന്നി അഖാഫുല്ലാഹ്, എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. ആ ഒരു ബോധ്യം മക്കൾക്ക് വരണമെങ്കിൽ മതബോധം കൂടെ കൊടുക്കണം. ഞാൻ സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. സൽക്കർമ്മങ്ങളിൽ ഒരുപാട് മുഴുകണം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർമ്മം റബ്ബ് സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. ആദ്യമായി വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസമില്ലാത്ത ഒരാളുടെ അമലുകളും റബ്ബ് സ്വീകരിക്കില്ല. അവൻ്റെ നോമ്പ് റബ്ബിന് വേണ്ട, സ്വതക്കകൾ റബ്ബിന് വേണ്ട, അവൻ്റെ നമസ്കാരം റബ്ബിന് വേണ്ട. ആദ്യമായി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ തൗഹീദിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം. രണ്ടാമതായി, ഒരു മനുഷ്യന്റെ അമൽ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ അറാദൽ ആഖിറ സഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ഒന്നാമതായി, ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ അമൽ സ്വീകരിക്കണമെങ്കിൽ ഉണ്ടാകേണ്ടത് ഇഖ്ലാസ. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ റബ്ബ് സ്വീകരിക്കില്ല.
മറ്റുള്ളവരെ കാണിക്കാൻ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന ബോധ്യത്തോടുകൂടെ ഒരാള് പള്ളിയിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. നമസ്കാരക്കാർക്ക് നാശമാണെന്ന ഏതാണ് ആ നമസ്കാരക്കാരെന്നറിയുവോ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ജീവിതത്തിൽ അശ്രദ്ധയോടുകൂടെ നമസ്കരിക്കുന്നവരാ. അല്ലദീന ഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി നമസ്കരിക്കുന്നവരാ. അല്ലേ? പള്ളിയിൽ പോകുമ്പോ എന്താ മനസ്സിൽ വരുന്നത്? ഞാൻ ളുഹറിനെത്തിയില്ലെങ്കിൽ, ഇന്ന് സുബൈക്ക് ഞാൻ പള്ളിയിലെത്തിയില്ലെങ്കിൽ ചോദിക്കും, എവിടെയിരുന്നു, നാട്ടിലുണ്ടായിരുന്നില്ലേ എന്ന് ആളുകൾ ചോദിക്കുമോ എന്ന് ഭയന്ന് പള്ളിയിലെത്തുകയാണെങ്കിൽ അവനാണ് നാളെ നമസ്കരിച്ചിട്ടും നരകത്തിലേക്ക് മാറ്റപ്പെടുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിന്റെ സദസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് ഇങ്ങനെ വളരെ നല്ല രൂപത്തിലുള്ള ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഹാബത്ത്, ആശ്ചര്യപ്പെട്ടു പോയ സ്വഹാബത്ത്, ആ സ്വഹാബിമാരുടെ ഇടയിൽ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയെക്കാളും ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതാണെന്നറിയുമോ? ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകരെ അത്? പ്രവാചകൻ വളരെ ലളിതമായി, ഒരു സാധാരണക്കാരനായ മനുഷ്യന് പോലും മനസ്സിലാകത്തക്ക രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. നമസ്കാരം തുടങ്ങിയിട്ട് ആരോ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഫയുസയ്യിന സ്വലാതഹു, അവനവന്റെ നമസ്കാരത്തെ ഒന്ന് ശരിയാക്കിയാൽ, കെട്ടിയതൊന്ന് ശരിയാക്കി കെട്ടിയിട്ടുണ്ടെങ്കിൽ, അത്രയും സമയം പള്ളിയുടെ ബാക്കി സ്ഥലങ്ങളിലേക്കെല്ലാം നോക്കിയിരുന്ന വ്യക്തി ഒരു പോയിന്റിലേക്ക്, സുജൂദിലേക്ക് ഈ വ്യക്തി കാണുന്നുണ്ടെന്ന വിചാരത്തോടുകൂടെ നോക്കിയിട്ടുണ്ട് എങ്കിൽ അതാണ് ഷിർക്കുൽ അസ്ഗർ. അവന്റെ അമൽ റബ്ബ് സ്വീകരിക്കില്ല. നാളെ പരലോകത്ത് ഒന്നാമതായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ആരെക്കുറിച്ചാ? ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയ ഒരു വ്യക്തിയെ കുറിച്ചാ. നാളെ നരകത്തിലേക്ക് അവ്വലുമാ യുഖ്ളാ ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, നരകത്തിലേക്ക് ആദ്യമായി വലിച്ചെറിയപ്പെടുന്ന ആളാരാ? അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ, യുദ്ധത്തിൽ പങ്കെടുത്ത് തൻ്റെ ശരീരം റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്തു. റബ്ബിന്റെ മുമ്പിൽ വരും. അള്ളാഹ് ചോദിക്കും, ഇന്നിന്ന അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് നൽകിയല്ലോ, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തുവെന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറഞ്ഞു പോകും, നാഥാ, നിന്റെ മാർഗത്തിൽ ഞാൻ ധർമ്മസമരം നടത്തി, നിന്റെ മാർഗത്തിൽ ഞാൻ പോരാടി. റബ്ബ് പറയുന്നുണ്ട്, മനുഷ്യാ, ജനങ്ങൾ നിന്നെ കുറിച്ച് നീ പറഞ്ഞത് കളവാ, നീ പറഞ്ഞത് പച്ചക്കള്ളമാണല്ലോ. ജനങ്ങൾ നിന്നെ കുറിച്ച് നീ ഒരു ധീരനാണെന്ന് പറയുന്നതിന് വേണ്ടിയല്ലേ നീ റബ്ബിന്റെ മാർഗത്തിൽ പോരാടിയതെന്ന് റബ്ബ് ചോദിച്ച് അവന്റെ ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയ. രണ്ടാമതായി കൊണ്ടുവരുന്ന ഒരു ആലിമിനെ, ഖുർആൻ പാരായണം ചെയ്യുന്ന, ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരാളെയാണ് രണ്ടാമതായി നാളെ പരലോകത്ത് കൊണ്ടുവരുന്നതെങ്കിൽ അവനോടും ചോദിക്കുന്നുണ്ട്, ഇന്നിന്ന കാര്യങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നല്ലോ, അനുഗ്രഹങ്ങൾ നൽകിയല്ലോ, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ചോദിക്കുമ്പോൾ അവനും പറഞ്ഞു നോക്കും, റബ്ബേ, നിന്റെ മാർഗത്തിൽ ഒരുപാട് ഞാൻ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയല്ലോ, പല ആളുകൾക്കും ഖുർആൻ ഞാൻ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ റബ്ബ് പറയുന്നുണ്ട്, നീ പറഞ്ഞതും കളവാ, നാളെ പരലോകത്ത് അവനെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ മൂന്നാമതായി കൊണ്ടുവരുന്നത് ആരെയാ? റബ്ബിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തൊരു വ്യക്തിയാ, ഒരുപാട് സ്വതക്കകൾ ചെയ്ത വ്യക്തിയാ. അവനെയും നരകത്തിലേക്ക് വലിച്ചെറിയ. എന്തുകൊണ്ട്? അവന്റെ ഇഖ്ലാസ്,
അവന്റെ നീയത്ത് ശരിയായില്ല എന്നതുകൊണ്ട് മാത്രം ചെയ്ത അമലുകളെല്ലാം പൊളിച്ചു കളഞ്ഞു. ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം, നമ്മുടെ അമലുകൾ ഏതെല്ലാം റബ്ബ് സ്വീകരിച്ചു എന്ന് നമുക്കറിയില്ല. ഖാലിസ് എന്ന വാക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ ഒരേ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഖാലിസ് എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രയോഗിച്ച് നമുക്കറിയാം. പാലിനെ കുറിച്ച് പറഞ്ഞെടുത്ത ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ, കന്നുകാലികളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫറസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വ ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫറസിൻ വദമിൻ ലബനൻ ഖാലിസാ. ആ കന്നുകാലികൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടേ, ആ കന്നുകാലികളുടെ വയറുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കുടിപ്പിക്കുകയാ. ആ പാൽ എവിടെ നിന്ന് വരുന്നതാണെന്നറിയുവോ? ആ പരിശുദ്ധമായ സായിഗൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറ്റവും മധുരമുള്ള നല്ല രൂപത്തിൽ സംവിധാനിച്ചു തന്ന പരിശുദ്ധമായ പാലുണ്ടല്ലോ, ആ പാല് എവിടെ നിന്നാണ് വരുന്നതെന്നറിയുവോ? മിംബൈനി ഫറസിൻ വദമിൻ ലബനാ, ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ പുറത്തു വരുന്ന പാലല്ലേ. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ പുറത്തു വരുന്ന പരിശുദ്ധമായ പാൽ. ആ പാലിന്റെ പരിശുദ്ധതയെ കുറിച്ച് പറഞ്ഞിടത്താണ് ഖാലിസ് എന്ന വാക്കുപയോഗിച്ചത്. ഒരു കാര്യം ആലോചിച്ച് നോക്കി, ആ പുറത്ത് വരുന്ന തൂവെള്ള നിറത്തിലുള്ള പാലിൽ ചാണകത്തിൻ്റെയോ രക്തത്തിൻ്റെയോ എന്തെങ്കിലും ഒരംശം, അത് നിറമാകട്ടെ, അതിൻ്റെ മണമാകട്ടെ, അതിൽ കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമോ? അയച്ചു നോക്കി, നമ്മൾ ഉപയോഗിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, സൽക്കർമ്മങ്ങളാകട്ടെ, സ്വതക്കയാകട്ടെ, എന്തുമാകട്ടെ, നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ നിഫാഖിന്റെയോ റിയാഇന്റെയോ എന്തെങ്കിലും ഒരു അംശം കലർന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് സ്വീകരിക്കൂല, ഒരിക്കലും റബ്ബ് സ്വീകരിക്കൂല. അതാണ് നാളെ ചില ആളുകളുണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് അമലുകളുമായി കടന്നു വരുമ്പോൾ കാറ്റിൽ പറത്തിയ ധൂളികളെ പോലെ ഫഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിലൂടെ പറയുന്നുണ്ട്, നാളെ പരലോകത്തേക്ക് ചില ആളുകൾ അവിടെ അമലുകളുമായി കടന്നു വരികയാ. അവരുടെ തൗഹീദിന് വന്ന അപാകതകൾ കാരണത്താൽ, നീയത്തിൽ വന്ന അപാകതകൾ കാരണത്താൽ, ചെയ്തു കൂട്ടിയ അമലുകളിലെ ന്യൂനതകൾ കാരണത്താൽ നാളെ പരലോകത്ത് കാറ്റിൽ പറത്തിയ ധൂളികളെ പോലെ അമലുകൾ ഇങ്ങനെ പൊളിച്ചു കളയുകയാ. ആ ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമതായി ഒരു വിശ്വാസിയുടെ അമൽ സ്വീകരിക്കാൻ നിബന്ധനയായി വെച്ചത് ഇഖ്ലാസ് ആണെങ്കിൽ, രണ്ടാമതായി വെച്ചത് എന്താ? പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപത്തിലുള്ള അമലുകളാകണം. പ്രവാചകൻ പഠിപ്പിക്കാത്തതൊന്നും നമുക്ക് വേണ്ട, അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് വേണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ശൈഇൻ യുഖർരിബുകും മിനൽ ജന്നതി ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി വമാ മിൻ ശൈഇൻ യുബ്ഇദുകും അനിൻ നാരി ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി. ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും ലോകത്തിന്റെ സട്ടാവ് പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു സ്വലാത്ത് എന്തിനാ? ആലോചിച്ചു നോക്കിൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു സ്വലാത്ത് എന്തിനാ നമുക്ക്? നാരിയ സ്വലാത്ത് എന്തുകൊണ്ട് നമ്മൾ ചെല്ലുന്നില്ല? ഒരേ ഒരു കാര്യം, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രം. കാരണം ദീന് പഠിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞു അത് കേട്ട രൂപത്തിൽ വിഴുങ്ങലല്ല, മറിച്ച് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, പ്രവാചകന്റെ ഹദീസുകളിലേക്കും ലോകത്തിന്റെ സട്ടാവിന്റെ വിശുദ്ധ ഖുർആനിലേക്കും മടക്കണേ. ആ ഖുർആനിലെ നാരിയാ സ്വലാത്തിനെ കുറിച്ച് പരാമർശമില്ല. പ്രവാചകന്റെ ഹദീസുകളിൽ സ്വഹാബത്ത് ജീവിതത്തിലൂടെ കൊണ്ടു നടന്നിട്ടില്ല.
അതുകൊണ്ട് ജീവിതത്തിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് നാമും വിട്ടു നിൽക്കുന്നു. അതുകൊണ്ടാ പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു എങ്കിൽ നമ്മൾ ചെയ്യുമായിരുന്നു. നമുക്ക് മടക്കാനുള്ളത് സ്വഹാബത്തിലേക്കാ, പ്രവാചകനിലേക്കാ അല്ലേ? എന്തുകൊണ്ട് താടി നീട്ടി വളർത്തുന്നു? എന്തുകൊണ്ട് നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ മുഖവും മുൻകൈയുമല്ലാത്ത ബാക്കി എല്ലാ ഭാഗവും നാം മറക്കുന്നു. എന്തുകൊണ്ട്? പ്രവാചകന്റെ ഹദീസിലോ വിശുദ്ധ ഖുർആനിലോ അതിനുള്ള തെളിവ് നാം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ നാരിയ സ്വലാത്ത്, നബിദിനം പോലെയുള്ള ബിദ്അത്തുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ, പ്രവാചകന്റെ ഹദീസുകളിൽ, വിശുദ്ധ ഖുർആനുകളിൽ തെളിവ് കണ്ടില്ല. അതുകൊണ്ട് ഉപേക്ഷിച്ച്, അതുകൊണ്ട് ഒഴിവാക്കുക. അതാണ് പ്രിയമുള്ളവരെ ഇസ്ലാം അല്ലേ? ചെറിയൊരു കാര്യം കൂടെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇത്തരം സ്വഹാബത്തിന് സ്വർഗ്ഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത് ആരാ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നാരിയ സ്വലാത്ത് ചൊല്ലാത്ത, ബദരീങ്ങളുടെ ആണ്ട് കൊണ്ടാടിയിട്ടില്ലാത്ത, ഇങ്ങനെ തുടങ്ങി ബിദ്അത്തുകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഒരിക്കൽ പോലും ലോകത്തിന്റെ സട്ടാവിനോടല്ലാതെ പ്രാർത്ഥിക്കാത്ത ആ സ്വഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാമെന്ന് സമുദായത്തിൽ പഠിപ്പിക്കപ്പെടുമ്പോൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം, പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ഹിജ്റ 100ഓളം സഹാബത്ത് മദീനത്ത് ജീവിച്ചിരുന്നു. ഒരു തവണയെങ്കിലും പ്രവാചകന്റെ അടുത്ത് ചെന്ന് പ്രവാചകനോട് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചോദിച്ചതായി എവിടെയെങ്കിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇർതകബതു അലൽ ഖതാ ഖൈറ ഹസ്രി വഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്നത് ചൊല്ലുന്നതിൽ അർത്ഥമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പ്രവാചകൻ ചോദിക്കുന്ന, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. ലോകത്തിന്റെ സട്ടാവല്ലാതെ നിനക്ക് ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുറത്തു തരാൻ ആരാണടോ ഉള്ളത്? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാ. ആ ഒരു ചോദ്യം പോരെ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകും, ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ട റസൂലിനോടല്ല, ലോകത്തിന്റെ സട്ടാവിനോടാണെന്ന്. എത്ര വലിയ പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയാൽ റബ്ബ് പുറത്തു നൽകും. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഒരു അമൽ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസും വേണം, മുതാബഅത്തും വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. അല്ലാതെ പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യം, പ്രവാചകൻ പഠിപ്പിച്ചൊരു, അടിവരയിടേണ്ട വാക്ക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം ഇഖ്ലാസില്ലാതെ നീയത്തിൽ അപാകതകൾ കടന്നു വന്നിട്ട് നാം ചെയ്ത റബ്ബ് സ്വീകരിക്കൂല. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കർമ്മം, അത് എന്ത് തന്നെയാണെങ്കിലും, നമസ്കാരം, നോമ്പ് തുടങ്ങിയിട്ടുള്ള എന്ത് തന്നെ കർമ്മങ്ങളാണ് പ്രവാചകൻ പഠിപ്പിക്കാത്തത്, നമ്മൾ എത്ര ഇഖ്ലാസോടുകൂടെ ചെയ്താലും റബ്ബ് സ്വീകരിക്കൂല. കാരണം പ്രവാചകൻ പറഞ്ഞ 2 നിബന്ധനകൾ യോജിച്ച് വന്നിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം. റമളാനിൽ നോമ്പനുഷ്ഠിച്ചവരാ, അതുപോലെ തന്നെ രാത്രി നീണ്ട നമസ്കാരങ്ങൾ ജീവിതത്തിലൂടെ നാം നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിച്ചു പോയോ എന്ന് നമുക്കറിയില്ല. റബ്ബിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആത്മാർത്ഥമായി റബ്ബിങ്കിലേക്ക് കൈകൾ ഉയർത്തേണ്ടതുണ്ട്. കാരണം നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തിയിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. ഒരു പുതപ്പ് വിൽപ്പനക്കാരന്റെ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാ. അന്ന് മദീനയുടെ കച്ചവടത്തിന് വേണ്ടി കടന്നു വരുന്നൊരു സഹാബിയുണ്ട്, അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു. പുതപ്പുമായി കടന്നു വരുന്ന ചരിത്രങ്ങൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ പൊട്ടി കരയുകയെ. എന്തുകൊണ്ടാ? സഹാബത്തിന്റെ മുമ്പിൽ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്ന പുതപ്പുണ്ടല്ലോ, ആ പുതപ്പിനെ കുറിച്ച് ചില ആളുകൾ ഇങ്ങനെ ന്യൂനതകൾ പറഞ്ഞു തുടങ്ങി. ഇതിന് ഇന്നിന്ന ന്യൂനതകളുണ്ട്, ഇതിവിടെ സ്വീകരിക്കില്ല, ഇത് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അത്താഉസ്സലമി അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ സ്വഹാബ, എന്തിനാണ് താങ്കൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ പുതപ്പ് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി
അതിന്റെ ന്യൂനതകളെല്ലാം പരിഹരിച്ചു കൊണ്ടുവന്നാൽ ഇവിടെ ജനങ്ങൾ സ്വീകരിക്കുമല്ലോ, നിനക്ക് കച്ചവടം നടത്താമല്ലോ. പിന്നീട് എന്തിനാണ് താങ്കൾ കരഞ്ഞതെന്ന് ചോദിക്കുന്നൊരു സന്ദർഭങ്ങളിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഈ പുതപ്പിന്റെ പേരിലല്ല കരഞ്ഞു പോയത്, മറിച്ച് നാളെ ലോകത്തിന്റെ സട്ടാവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. റബ്ബിന്റെ മുമ്പിലേക്ക് ഞാനിങ്ങനെ അമലുകളുമായി കടന്നു ചെല്ലുമ്പോൾ കൂമ്പാരമായ അമലുകളുണ്ട്, നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ഇങ്ങനെ തുടങ്ങിയ അമലുകളുമായി റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ എത്തി നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ റബ്ബെങ്ങാനും വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ, കാറ്റിൽ പറത്തിയ ധൂളികളെ പോലെ നിന്റെ അമലുകൾ അങ്ങ് പൊളിച്ചു കളഞ്ഞാൽ നിന്റെ നമസ്കാരം ഇവിടെ സ്വീകരിക്കില്ലല്ലോ. ഇന്നിന്ന ന്യൂനതകൾ നിന്റെ നമസ്കാരത്തിനുണ്ട്, ഇന്നിന്ന ന്യൂനതകളുണ്ട്, അതുകൊണ്ട് സ്വീകരിക്കില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ പ്രിയമുള്ളവരെ, ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു നടന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നമസ്കാരം ഒന്ന് വീണ്ടും നിർവഹിക്കാൻ അള്ളാഹു എനിക്ക് അവസരം നൽകില്ലല്ലോ എന്ന് ആലോചിച്ചു നോക്കിയപ്പോൾ കരഞ്ഞു പോയതാ. ഇന്നെനിക്ക് അവസരമുണ്ട്, ഈ പുതപ്പ് വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് നന്നാക്കി കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ നാളെ പരലോകത്ത് എനിക്കൊരവസരം ലോകത്തിന്റെ സെട്ടാവ് നൽകില്ലല്ലോ എന്നാലോചിച്ചപ്പോൾ കരഞ്ഞു പോയതാ. ഒരിക്കലെങ്കിലും ആലോചിച്ചോ? ഒരിക്കലെങ്കിലും ആലോചിച്ചു നമ്മൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും വേണ്ട അസ്ർ നമസ്കരിച്ചില്ലേ? ആ നമസ്കാരം റബ്ബ് എന്നിൽ നിന്നും സ്വീകരിച്ചോ എന്ന് നമുക്കറിയോ? നാം ആലോചിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്? പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പരമാവധി അമലുകളിൽ നാം മുഴുകണം, പരമാവധി അമലുകളിലേക്ക് നാം മുഴുകണം. ഒരിക്കലും ആ അമലുകളെ പൊളിച്ചു കളയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രവാചകൻ ആ ജീവിതത്തിൽ ലോകത്തിന്റെ സട്ടാവിന് വിശ്വാസമുണ്ടായിരിക്കെ തന്നെ പ്രവാചകനോട് ലോകത്തിന്റെ സട്ടാവ് നൽകുന്നൊരു താക്കീതുണ്ട്. പ്രവാചകരെ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിലെങ്ങാനും താങ്കൾ ശിർക്ക് ചെയ്താൽ, റബ്ബിന് മാത്രം അവകാശപ്പെട്ട് റബ്ബിന് മാത്രം കൊടുക്കേണ്ടത് റബ്ബല്ലാത്തവർക്ക് നീ കൊടുത്തുപോയാൽ ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നാശക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും, നിന്റെ അമലുകൾ റബ്ബ് പൊളിച്ചു കളയുമെന്ന് പറഞ്ഞു തരുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുന്നുണ്ട്, ഫമൻ കാന യർജു, ആരെങ്കിലും ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആരെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരുപാട് അമലുകൾ ജീവിതത്തിലൂടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ സട്ടാവ് നിർത്തിയില്ല. തുടർന്ന് പറയുന്നുണ്ട്, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ലോകത്തിന്റെ സട്ടാവിനെ ഇബാദത്തെടുക്കുന്നതിൽ മറ്റൊരാളെയും നീ പങ്കു ചേർക്കല്ല സഹോദരാ. ഒരിക്കലും റബ്ബിലൊരാളെയും നീ പങ്കു ചേർക്കല്ല. റബ്ബിന് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചില്ല. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും, നിന്നെ സൃഷ്ടിച്ചവനായ വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഈ ഭൂമിയെ നിനക്ക് സംവിധാനിച്ചു തന്ന, ഈ ഭൂമി ഒരു പരവതാനി പോലെ നിനക്ക് സംവിധാനിച്ചു തന്ന ലോകത്തിന്റെ സട്ടാവുണ്ടല്ലോ, ആ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. ഫലാ തജഅലു ലില്ലാഹി അൻദാദാ, ഫലാ തജഅലു ലില്ലാഹി അൻദാദാ. ആ റബ്ബിൽ ഒരാളെയും നീ സമന്മാരെ വെക്കല്ലേ.
റബ്ബ് കാണുന്നത് പോലെ കാണുമെന്നൊരാളെ കുറിച്ചും പറയല്ലേ. റബ്ബ് കേൾക്കുന്നത് പോലെ കേൾക്കും. അത് റബ്ബ് കൊടുത്ത കഴിവിൽ നിന്നാണെന്ന വിശ്വാസം പോലും ഇസ്ലാമികമല്ല. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കിയിട്ടുണ്ട്? റബ്ബ് പറയുന്നുണ്ട്, ലൈസ കമിസ്ലിഹി ഷൈഅ്, ലൈസ കമിസ്ലിഹി ഷൈഅ്. അവനെപ്പോലെ ഒരാളുമില്ല, അവനെപ്പോലെ ഒരാളുമില്ലെന്ന് ലോകത്തിന്റെ സെട്ടാവ് പറഞ്ഞു തരുമ്പോൾ, റബ്ബിന് മാത്രം അവകാശപ്പെടുന്ന മനുഷ്യന്റെ യഅലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, മനുഷ്യന്റെ മനസ്സിന്റെ അവനുള്ളിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നതും കണ്ണിന്റെ കട്ടുനോട്ടവും അറിയുന്നത് ലോകത്തിന്റെ സെട്ടാവിന്റെ വിശേഷണമായി പഠിപ്പിച്ചതാണെങ്കിൽ, ഇന്ന് നമ്മുടെ സമുദായങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്ന കാര്യമെന്താ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ മനുഷ്യന്റെ ഹൃദയത്തെ പോലും കാണാൻ സാധിക്കുമെന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, തൗഹീദിന് വേണ്ടി ഓടി നടന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖ്, അദ്ദേഹത്തെ കുറിച്ച് മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി ബാഗ്ദാദിന്റെ തെരുവുകളിലൂടെ ഈ പ്രബോധനത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരേ ഒരു സെട്ടാവിങ്കിലേക്ക് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഒരിക്കലും ബിദ്അത്തുകളിലൂടെ കടന്നു പോകല്ല. ഏകനായ സെട്ടാവിങ്കിലേക്ക് മാത്രം കൈകളുയർത്തണേ. ജീവിതത്തിൽ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബ് നിന്റെ കൂടെയുണ്ടെന്ന് പഠിപ്പിച്ച അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന് പറയപ്പെടുന്ന മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഉണ്ടല്ലോ, ആ ഷെയ്ഖിനെ കുറിച്ച് പറയപ്പെടാത്ത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കൊണ്ടു നടന്ന ആശയങ്ങൾക്ക് നേർ വിപരീതമാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലിച്ചു നോക്കി, റബ്ബിൽ ഒരാൾ ശിർക്ക് ചെയ്താൽ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശനമില്ലെന്ന, സ്വർഗം ഹറാമ. ഈ ആദർശവുമായി ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പറഞ്ഞു കൊടുക്കണം യഥാർത്ഥ തൗഹീദ് എന്താണ്. എന്തിന് റബ്ബല്ലാത്തവരിലേക്ക് നാം തിരിയണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ റബ്ബ് പറയാ, നീ എന്നോട് ചോദിച്ചു, ഞാൻ നിനക്ക് ഉത്തരം നൽകാം. പ്രിയമുള്ളവർ, എന്തെങ്കിലും ചില പ്രയാസം വരുമ്പോൾ, കല്യാണം കഴിഞ്ഞ് 3-4 വർഷമായി കുട്ടികളില്ല, ആരെങ്കിലും പറഞ്ഞു നടക്കും, ഇന്ന ജാറത്തേക്കൊന്ന് പോയി നോക്ക്, ഇന്ന തങ്ങളുടെ അടുത്തേക്കൊന്ന് പോയി നോക്കെന്ന് ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യുമ്പോഴേക്കും വീട് വിട്ടിറങ്ങുന്ന ഈമാനാണ് നമ്മുടേതെങ്കിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടേണ്ടി വരും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വാർദ്ധക്യത്തിന്റെ അവശതയിലെത്തിയിട്ട് ഒരിക്കലും നിരാശയുടെ ഒരു തരിമ്പ് പോലും കടന്നു വരാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ, അല്ലാഹുവേ സാലിഹായ സന്താനത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബിനോടാ. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുമ്പോഴും പ്രയാസത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോഴും പ്രാർത്ഥിക്കുന്നത് റബ്ബിനോടാ. വർഷങ്ങളോളം രോഗത്തിന്റെ അവശതയിലൂടെ കടന്നുപോയ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുറു വഅൻത അർഹമുർ റാഹിമീൻ. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്നത് റബ്ബിനോടാ. ബദരീങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ബദറിന്റെ രണാങ്കണത്തിലൂടെ പ്രാർത്ഥിക്കുന്നത് ലോകത്തിന്റെ സെട്ടാവിനോടാണെങ്കിൽ ആലോചിച്ചു നോക്കിയോ നമ്മുടെ ഇന്നത്തെ ഖൗമ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്കും ബദരീങ്ങളെ വിളിക്കുന്ന, മമ്പുറത്തേക്ക് ഓടിച്ചെല്ലുന്നൊരവസ്ഥ ഇന്ന് നമ്മുടെ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നാളെ പരലോകത്ത് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഖാലിദീന ഫീഹാ, ശാശ്വതമായി നരകത്തിലേക്കാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതി നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇത്തരം ആളുകളെ കുറിച്ചാണ്. അതുകൊണ്ട് തൗഹീദിൽ അപാകതകൾ കടന്നു വരില്ല. ചെറിയ അമലുകളാണ് ജീവിതത്തിൽ ചെയ്യുന്നത് എങ്കിൽ ഇഖ്ലാസോടുകൂടെ ചെയ്യുക. ഒരിക്കലും പ്രിയമുള്ളവരെ ചെയ്തതിൽ സംതൃപ്തി അടയരുത്. ചെറുതെന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഒരുപാട് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ എന്നെ സ്വർഗത്തിലേക്കെന്ന് വിചാരിച്ചൊരിക്കലും ഇരിക്കരുത്. സ്വഹാബത്തിന്റെ ജീവിതവുമായി തുലന ചെയ്യുമ്പോൾ അവരെല്ലാം പേടിച്ചു പോയൊരു വിചാരണയുണ്ട്. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരാനുള്ളൊരു വിചാരണയുണ്ടല്ലോ.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പൊട്ടിക്കരഞ്ഞ വിചാരണയെക്കുറിച്ച് ഓർത്താണെങ്കിൽ ഒരു ചരിത്രം കൂടെ ഓർമ്മപ്പെടുത്തുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, അബ്ദുല്ലാഹ്, വിശുദ്ധ ഖുർആൻ എന്ന് ഓതിത്തരുവോ അബ്ദുല്ലാഹ്. അവിടെ നിന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റസൂലേ, താങ്കൾക്കാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിച്ച് ലഭിച്ചത്, അവതരിച്ച് കിട്ടിയത് താങ്കൾക്കാണല്ലോ, പിന്നീട് എന്തിനാണ് ഞങ്ങൾ പാരായണം ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ റഗ്ബതി അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ളവരിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നതിന്റെ താല്പര്യമാണ് അബ്ദുല്ലാ, എനിക്ക് ഓതിത്തരുവോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഖുർആനിന്റെ ഒരു തലക്കന്നിങ്ങനെ പാരായണം ചെയ്തു തുടങ്ങി. സൂറത്തു നിസായിലൂടെ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, പ്രവാചകൻ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നതിങ്ങനെ കണ്ടുപോവുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കൺകളുയർത്തി നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, താടിരോമങ്ങൾ കുതിർന്നു പോകുമാറ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു പോയത് ഏതായത്തോതിയപ്പോഴാണെന്നറിയുവോ? പ്രവാചകൻ അവിടെ നിന്ന് ഓതിക്കേട്ട ആയത്തേതാണെന്നറിയുവോ? فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. പ്രിയമുള്ളവരെ, പ്രവാചകൻ കരഞ്ഞു പോയ ആയത്തേതാണെന്നറിയുവോ? പ്രവാചകൻ കരഞ്ഞു പോയില്ലേ? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. ഈ ലോകത്തുള്ള ഒരുപാട് സമുദായമുണ്ടല്ലോ, ആ സമുദായത്തിന്റെ സാക്ഷിയായി അവരവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ സാക്ഷിയായി പ്രവാചകരെ താങ്കളെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന് ലോകത്തിന്റെ സട്ടാവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ പ്രിയമുള്ളവരെ, പൊട്ടിക്കരഞ്ഞത് റസൂലാണെങ്കിൽ ആലോചിച്ചു നോക്കണം. ലോകത്തിന്റെ സട്ടാവ് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച റസൂലാ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരഞ്ഞു പോവുകയാ. യാ ലൈതനി മിസ്ല ഹാദ ത്വയ്ർ, ഈ പക്ഷിയെപ്പോലെ പറവകളെപ്പോലെ ഞാൻ ആയിത്തീർന്നുരെങ്കിൽ. ആരാണ് പറയുന്നതെന്നറിയുവോ? സാഹിബുർ റസൂൽ, പ്രവാചകന്റെ കൂട്ടുകാരൻ എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് വിശേഷിപ്പിച്ച മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരഞ്ഞു പോയത് എന്തിന്റെ പേരിലാ? പക്ഷികളെ കാണുമ്പോൾ, പറവകളെ കാണുമ്പോൾ, ശിഖരങ്ങൾക്കിടയിലൂടെ പാറിക്കളിക്കുന്ന പറവകളെ കാണുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പോവുകയാ, യാ ലൈതനീ മിസ്ല ഹാദ ത്വയ്ർ, ഈ പക്ഷികളെ പോലെ ഞാനൊന്നായി തീർന്നിരുന്നെങ്കിൽ. എന്തിനാണ് പറഞ്ഞതെന്നറിയുവോ? ലൈസ ലഹാ ഹിസാബും വലാ അദാബ്, ലൈസ ലഹാ ഹിസാബും വലാ അദാബ്. ഈ പക്ഷികൾക്ക് നാളെ ശിക്ഷയില്ലല്ലോ, ഈ പക്ഷികൾക്ക് നാളെ വിചാരണയില്ലല്ലോ. അത് ആലോചിച്ചു പോയപ്പോൾ പ്രിയമുള്ളവരെ, അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയതാ. ആരാണ് പറയുന്നതെന്നറിയുവോ? പ്രവാചകൻ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് പഠിപ്പിച്ച മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ. ആരാണ് ഉമർ എന്നറിയുവോ? 20 ഭൗതിക സാമ്രാജ്യത്തെ ഒരേ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്ന മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരഞ്ഞു പോയത് എന്തിന്റെ പേരിലാണെന്നറിയുവോ? മരണത്തിന്റെ അബൂലുഅത്തുൽ മജൂസിയുടെ കുത്തേറ്റുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് പ്രിയമുള്ളവരെ, രാവുകളിൽ ചുമടേറ്റുകയാണ്. എന്തിനു വേണ്ടിയാണ്? യൂഫ്രട്ടീസിന്റെ ടൈഗ്രീസിന്റെ ആ നദീതീരങ്ങളിൽ ഏതെങ്കിലും ഒരു ഒട്ടക കുഞ്ഞെങ്കിലും ഭക്ഷണം കിട്ടാതെ മരിച്ചു പോയാൽ അതിന് ഉമറിനോട് ചോദിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് പ്രിയമുള്ളവരെ, രാവുകളിൽ ചുമടേറ്റി നടന്നിരുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോലും കരഞ്ഞത് എന്തിന്റെ പേരിലാണെന്നറിയുവോ? തന്റെ സമ്പാദ്യം മുഴുവൻ റബ്ബിന്റെ മാർഗത്തിൽ അങ്ങ് ചെലവഴിച്ചില്ലേ?
തന്റെ സമ്പാദ്യം മുഴുവൻ റബ്ബിന്റെ മാർഗത്തിൽ അങ്ങ് ചെലവഴിച്ചു പോയ സന്ദർഭങ്ങളാ. എന്നിട്ടും പ്രിയമുള്ളവരെ, അവർ കരഞ്ഞത് എന്തിനു വേണ്ടിയാ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയില്ലേ? പ്രവാചകനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകളിൽ മുസ്ലിമീങ്ങൾക്ക് കൊണ്ടുവന്ന് തന്ന മഹാനായ അബൂ ഹുറൈറ അവിടെ നിന്ന് കരയുകയാ. എന്തിനാണെന്നറിയുവോ? അസ്സഫറു തവീൽ, എനിക്കൊരുപാട് കാലം സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. വസ്സാദു ഖലീൽ, എൻ്റെ അടുത്ത് സമ്പാദ്യമില്ലല്ലോ, പാതേയമില്ലല്ലോ എന്നാലോചിച്ചപ്പോൾ കരഞ്ഞു പോയതാ. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപാടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ആത്മനിർവൃതിയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യൻ അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് ഇങ്ങനെ കടന്നു വരുമ്പോൾ അവനോട് ഒരുപാട് തവണകളിലായി പറഞ്ഞു നോക്കിയിട്ടുണ്ട്, മനുഷ്യ, നിനക്ക് മരണമുണ്ട്. ആ മരണം വരുന്നതിന്റെ മുമ്പ് നീ ഒരുങ്ങി നിൽക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ ജീവിതത്തിലൂടെ നീ ഉണ്ടാക്കി വെച്ച ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, പ്രത്യാശകളെയെല്ലാം ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നീ ഓർക്കണമെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തയില്ലാതെ ജീവിച്ച മനുഷ്യൻ അവസാനം ഇതാ മലക്കുൽ മൗത്ത് ഇങ്ങനെ മുന്നിൽ കാണാം. ഫകശഫ്നാ അൻക ഗിതാഅക് ഫബസറുക അൽയൗമ ഹദീദ്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ കണ്ണിന് റബ്ബ് മൂർച്ച നൽകുകയാണല്ലോ. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് എന്ന് പ്രവാചകൻ കരഞ്ഞുപോയ ആയത്തെങ്കിലും ജീവിതത്തിൽ ഒരായത്ത് പോലും ഓതിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്ത മനുഷ്യനുണ്ടല്ലോ. മലക്കിനെ ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. കൂടെ തന്റെ ഭാര്യയുണ്ട്, തന്റെ ഭർത്താവുണ്ട്, തന്റെ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഒരാൾക്കും തന്റെ പ്രയാസങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല സഹോദരാ. അവിടെ നിന്ന് മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്ന ഒരേയൊരു ചോദ്യമുണ്ട്, റബ്ബിർജിഊൻ, അല്ലാ എന്റെ ജീവിതത്തിലേക്കൊന്ന് മടക്കണേ. എന്തിനു വേണ്ടി എന്നറിയുവോ? ഭാര്യയുടെ കൂടെ സല്ലപിക്കാനല്ല, ഭർത്താവിന്റെ കൂടെ ജീവിതം കുറച്ചുകൂടെ കാഴ്ചവെക്കാനല്ല, മക്കളുടെ കൂടെ ആനന്ദിക്കാനല്ല, കൂട്ടുകാരുടെ കൂടെ ആസ്വദിക്കാനല്ല, മറിച്ച് എന്തിനു വേണ്ടിയാ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. തന്റെ 50 വർഷം 40 വർഷം പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അവസരം ലഭിച്ചിട്ടും ചെയ്തിട്ടില്ലാത്ത നമസ്കാരത്തിന്റെ കണക്കുകളാ. ഒരുപാട് ക്ലാസ്സുകളിലൂടെ അവൻ കേട്ടുപോയിട്ടുണ്ട് ഖുർആനിന്റെ പാരായണത്തിന്റെ ഗൗരവത്തെക്കുറിച്ച്. ജീവിതത്തിൽ അതിനു വേണ്ടി അവൻ സമയം കണ്ടെത്തിയില്ല. രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് കേട്ടുമറന്നതാ. എന്നിട്ടും രാത്രിയിൽ അവൻ എഴുന്നേറ്റുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊന്ന് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ മനുഷ്യൻ അവിടെ നിന്ന് സമയം കണ്ടെത്താത്തൊരവസ്ഥ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ അവൻ ചോദിച്ചു നോക്കും, റബ്ബിർജിഊൻ, അല്ലാ എന്റെ ജീവിതത്തിലേക്കൊന്ന് മടക്കണേ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പിന്നീട് ഒരവസരമില്ലല്ലോ. മനുഷ്യനാകെ ചോദിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് കുറച്ചുകൂടെ അവസരം നൽകണം, സമയം നൽകണം. ഒരുപാട് അവസരം ജീവിതത്തിലൂടെ ലഭിച്ചിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, ഒരു അൽഹംദുലില്ലാ ചൊല്ലാൻ, ഒരു സുന്നത്ത് നമസ്കാരത്തിന് അവസരം തന്റെ മുമ്പിലൂടെ ലഭിച്ചിട്ട് ആലോചിച്ചു നോക്കിയോ? ളുഹറിന് സുന്നത്ത് ഞാൻ നമസ്കരിച്ചു പോയോ? ളുഹറിന്റെ മുമ്പും ശേഷവും പ്രവാചകൻ സുന്നത്ത് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു രാത്രി നമസ്കാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിർവഹിച്ചോ? അടുത്തൊരു നിമിഷത്തേക്ക്, അടുത്തൊരു രാത്രി നമസ്കാരത്തിന്റെ സമയം ലോകത്തിന്റെ സട്ടാവെനിക്ക് നൽകുമെന്ന് എന്ത് ഉറപ്പാണ് സഹോദരാ നമുക്കുള്ളത്? എന്തിനെന്നറിയുവോ? ഈ സംസാരം ഞാൻ പൂർത്തീകരിക്കുമെന്ന് എനിക്കറിവില്ല. ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താകാ, ഇത് കേട്ടുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താകാ, അടുത്തൊരു മഗ്രിബിന് റബ്ബ് ആയുസ് നൽകുമോ എന്നറിയില്ല.
വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. അടുത്തൊരു നിമിഷം എന്തെന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അത്രയും നൈമിഷികമായ ജീവിതത്തിന് വേണ്ടി മനുഷ്യനിങ്ങനെ ഓടി നടക്കുകയാ. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. നാളെ പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകൾ ഇങ്ങനെ കത്തിയെരിയുമ്പോൾ പറഞ്ഞു നോക്കുകയാ, അല്ലാഹുവേ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ, അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണേ. എന്തിനു വേണ്ടിയാ? നഅമൽ സ്വാലിഹാ, നല്ലത് ചെയ്തോളാം, അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊള്ളാം എന്ന് റബ്ബിനോട് ചോദിക്കും. ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാൻ നമ്മുടെ തുലാസ് ഇങ്ങനെ കണക്കാക്കുന്ന സമയത്ത് നമ്മുടെ നന്മകളെക്കാൾ മുകളിൽ ഒരു തിന്മ ഉയർന്നു നിന്നിട്ടുണ്ട് എങ്കിൽ അതിനെ കവച്ചു വെക്കാൻ ഒരു സുബ്ഹാനല്ലാഹ് മതിയെങ്കിൽ, ഒരു സുബ്ഹാനല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സുന്നത്ത് നമസ്കാരം കൊണ്ട് ഒരു സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് തടയപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ നമുക്ക് അവസരം കിട്ടുമോ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, അൽഹംദുലില്ലാഹ് ചൊല്ലാൻ, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ, ഒരു പേജ് ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ എന്ന് പോയിട്ട് വാന്ന് റബ്ബ് പറയോ? ഒരിക്കലുമില്ല. മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാ. മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കും, മനുഷ്യൻ ചോദിക്കും എന്ത്? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു നിമിഷം മുന്നോട്ടോ പിന്നോട്ടോ റബ്ബ് കൊണ്ടുപോകില്ല. 8 മണിക്ക് എൻ്റെ റൂഹ് പിടിക്കണമെന്ന് റബ്ബ് നിർണയിച്ചിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വണ്ടിയിൽ വെച്ചാണെങ്കിൽ, വാഹനത്തിൽ വെച്ചാണെങ്കിൽ, പ്രിയമുള്ളവരെ, പിന്നീട് ആരും എൻ്റെ പേര് പറയില്ല, പിന്നീട് ആരും എൻ്റെ പേരുച്ചരിക്കില്ല. എത്ര അടുത്ത സുഹൃത്താണെങ്കിൽ പോലും. എന്തിനധികം നമ്മുടെ കാര്യസമ്പത്തും നമ്മുടെ മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, എല്ലാം മറ്റുള്ളവർക്ക് നാം വിട്ടുകൊടുത്ത് ഇവിടം വിട്ടു പോകേണ്ട ഒരു അവസ്ഥ അറിയില്ലേ? നമ്മുടെ പേര് പോലും നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. ആരും പറയില്ല ഷാമിലിനെ കുളിപ്പിച്ചോന്ന്. ഇവിടുന്ന് മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആളുകൾ പ്രയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്, മയ്യത്ത് പാണ്ടിക്കാടെത്തി, മയ്യത്ത് മേലാറ്റൂരെത്തി എന്നേ പറയുള്ളൂ. അല്ലാതെ ആരും ഷാമിൽ മേലാറ്റൂരെത്തി, ഷാമിൽ പാണ്ടിക്കാടെത്തി എന്നൊരാളും പറയില്ല. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത്രയുള്ളൂ കാര്യം. ഇതൊന്നും കേൾക്കുന്ന സമയത്ത് കുറേ കഴിഞ്ഞിട്ട് നടക്കാനിരിക്കുന്നതെന്ന് ആരും വിചാരിക്കരുത്. അടുത്തൊരു നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏത് സമയത്തും കയ്യിൽ പ്രായം പ്രശ്നമില്ല, സമ്പത്തൊരു പ്രശ്നമല്ല, ഒന്നും ഒരു പ്രശ്നമല്ല, വയസ്സോ ഒന്നും അതിനടിസ്ഥാനമാകുന്നില്ല. എത്ര ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങളുടെ മൃതശരീരമാണ് നാം ഖബറിലേക്ക് ഇറക്കി വെച്ചത്. രോഗം കൊണ്ട് 2-3 മാസം കൊണ്ട് മരണപ്പെടുമെന്ന് ശാസ്ത്രം വിധി എഴുതിയ ആളുകൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. എത്ര ആളുകൾ മരിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരമാവധി അമലുകൾ ചെയ്ത് മരിക്കുന്ന സമയത്ത് റബ്ബിൻ്റെ മുമ്പിലേക്ക് അമലുകളുമായി കടന്നു ചെല്ലാനുള്ള തൗഫീക്ക് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമാവധി അമലുകൾ ചെയ്യുക. ചെറിയൊരു തിന്മ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന രൂപത്തിലുള്ള അമലുകൾ ജീവിതത്തിലൂടെ ചെയ്യുക. എന്നാൽ ആ തിന്മകൾ അതിലൂടെ മായ്ക്കപ്പെടുന്ന സ്വർഗമുണ്ടെന്ന ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, എല്ലായിടത്തും റബ്ബ് പറഞ്ഞു ആമനു വഅമിലു സ്വാലിഹാത്ത്. ഈമാനോടുകൂടെ, റബ്ബിലുള്ള വിശ്വാസത്തോടുകൂടെ, ഖുർആനിലുള്ള, പ്രവാചകനിലുള്ള, അന്ത്യദിനത്തിലുള്ള, വരാനിരിക്കുന്ന ജീവിതത്തിലുള്ള ഖൈറിനെയും ഷർറിനെയും കുറിച്ചുള്ള എല്ലാ വിധത്തിലുള്ള ഈമാനോടുകൂടെ അമലുകൾ ചെയ്താൽ കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവനാണ് ജന്നാത്തുൽ ഫിർദൗസ്. വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ലഹും മഗ്ഫിറ വഅജ്റുൻ അദീം. വലിയ പ്രതിഫലങ്ങളാണ്, പാപങ്ങൾ പുറത്തു കിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, ചെറുതെന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് കുറേ ആയി എന്നൊരിക്കലും വിചാരിക്കല്ല. ചെയ്യാതെ പോയ നഷ്ടപ്പെട്ടു പോയ നന്മകളിൽ ഖേദിക്കുകയല്ല. ഇനി വരാനിരിക്കുന്നത് എങ്ങനെയെങ്കിലും പരമാവധി ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഈ 2 ആയത്തുകളെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ സ്വർഗത്തിലെത്താൻ സാധിക്കും.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ ജീവിക്കണം? ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു നന്മ മുന്നിൽ കാണുമ്പോൾ ഇമാതത്തുൽ അദാ അനി ത്വരീഖി, വഴിയിൽ നിന്ന് കാണുന്ന ഒരു തടസ്സം നീക്കൽ പോലും ഈമാനിന്റെ ഭാഗമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ, പള്ളിയിൽ ഒരു നൂല് കാണുക, അതെടുത്ത് പുറത്തിടുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറുതല്ലേ, ഇതുകൊണ്ടപ്പോൾ എന്താ? ഒരിക്കലും തോന്നരുത്. കയ്യിലൊരു 10 രൂപയാണുള്ളത്, മുന്നിലേക്ക് ഒരാൾ കൈകൾ നീട്ടി വരുന്ന സമയത്ത് അവന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കല്ല വേണ്ടത്. നമ്മുടെ മുമ്പിൽ അവനൊരു യാചകന. 10 രൂപയാണ് കൈകളിലുള്ളത് എങ്കിൽ അവനത് കൊടുത്തവന് പറഞ്ഞേക്കണം. അതാണ് ഇസ്ലാം. ഒന്നിനെയും നിസാരവൽക്കരിക്കരുത്. പുഞ്ചിരി പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ച ഇസ്ലാം. എത്ര ചെറിയൊരു സുബ്ഹാനല്ലാഹ്. പള്ളിയിലേക്ക് നടക്കുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള പ്രാർത്ഥനകൾ ചൊല്ലണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ, സ്വലാത്തുകൾ, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത, രാവിലെയും വൈകുന്നേരങ്ങളും ദിക്റുകൾ ചൊല്ലാതെയാണ് ഒരാൾ തൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എങ്കിൽ ആയുധമില്ലാതെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവനെ പോലെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, അതൊരു കവചമാണ്, തിന്മയിൽ നിന്നുള്ളൊരു കവചം. എല്ലാ ഹറാമുകളിൽ നിന്നും നമുക്കൊരു പ്രൊട്ടക്ഷനാണ് യഥാർത്ഥത്തിൽ നാം രാവിലെയും വൈകുന്നേരങ്ങളിലും ചെല്ലാറുള്ള ദിക്റുകൾ. അത് നമ്മുടെ കുടുംബത്തിൽ നാം കൊണ്ടുവരുന്നത്, നിത്യജീവിതം, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ ആ ഒരു ഇസ്ലാമികമായ അന്തരീക്ഷം. രാത്രി സുബഹിയുടെ അരമണിക്കൂർ 15 മിനിറ്റ് മുമ്പ് വീട്ടിൽ തിരി തെളിയണം, വെളിച്ചം തെളിയണം, മക്കളെ വിളിച്ചുണർത്തണം. അവന് സുബഹി നമസ്കാരം, നമുക്ക് തഹജ്ജുദിന് നീക്ക എന്നുള്ളതല്ല, അവനും എഴുന്നേൽക്കണം. ചെറിയ കുട്ടികളെ ഒഴിവാക്കി മാറ്റി നിർത്തി കുറച്ചൊക്കെ UP ഹൈസ്കൂൾ തലത്തിലെത്തിയ വിദ്യാർത്ഥികളെ വിളിക്കണം. അവർ ചെറുപ്രായത്തിലെ അത് പരിശീലിപ്പിച്ച് അവരെ കൊണ്ടുവന്നാലേ വലിപ്പത്തിൽ അവരിൽ അത് കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമതായി വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു ചെറിയ തിന്മയാണെങ്കിൽ പോലും ചെയ്യരുത്. അതിനോട് നോ പറയാൻ. എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യില്ല, എൻ്റെ പ്രവാചകൻ ഇഷ്ടപ്പെടാത്തതാണോ ഞാൻ ചെയ്യുന്നത്? വേണ്ട. അതിനെൻ്റെ മാതാപിതാക്കളാണ് എന്നോട് കൽപ്പിക്കുന്നതെങ്കിലും, എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ സാഹചര്യങ്ങളാണ്, എൻ്റെ സഹോദരങ്ങളാണ് എന്നോട് കൽപ്പിക്കുന്നതെങ്കിലും, ലോകത്തിൻ്റെ സട്ടാവിനെ ധിക്കരിച്ച്, പ്രവാചകനെ ധിക്കരിച്ചു കൊണ്ടൊരു ചെറിയ തിന്മ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനം പ്രിയമുള്ളവരെ നാം എടുക്കണം. എന്നാൽ നാളെ സ്വർഗത്തിലെത്തും. അതാണ് ഈ 2 ആയത്തുകൾ കൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതിൻ്റെ പൊരുളെങ്കിൽ, അത്തരം പ്രവാചകൻ പഠിപ്പിച്ച ആയത്തുകളെയും ഹദീസുകളെയും നെഞ്ചിലേറ്റി ശിർക്കിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും ഇഖ്ലാസോടുകൂടെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കേവർക്കും നല്ല അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തു കൂട്ടിയ ഒരുപാട് കർമ്മങ്ങളുണ്ട് നാഥ, റമളാനിലും അല്ലാതെയും ചെയ്തു കൂട്ടിയ ഒരുപാട് കർമ്മങ്ങൾ എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. മരിക്കുന്നത് വരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് ജീവിച്ച്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോകാനുള്ള തൗഫീക്ക് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.